ഹായ് ഓൾ, എല്ലാവർക്കും ന്യൂസ് കിച്ചണിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമുക്ക് ഓണം സ്പെഷ്യൽ ആയാലോ? പഴം കൊണ്ടാണ് നമ്മൾ ഇതുണ്ടാക്കുന്നത് കേട്ടോ. നല്ല അടിപൊളി ടേസ്റ്റാണ്. ശർക്കരയാണ് ഇതിലേക്ക് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളത് നോക്കാം. ഞാനിവിടെ പഴം എടുത്തിട്ടുണ്ട് കേട്ടോ, നേന്ത്രപ്പഴമാണ്. ഇനി നമുക്ക് തേങ്ങ ചിരകിയതും അതിലേക്കൊരു പിഞ്ച് നല്ല ജീരകം കൂടി ചേർത്ത് കുറച്ച് ചൂടുവെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് അരച്ചിട്ട് അതിൻ്റെ പാലൊന്ന് എടുത്ത് വെക്കണം കേട്ടോ. അപ്പോൾ ഞാൻ പഴം ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് അവിടെ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചെടുക്കാം. നെയ്യ് ചൂടായാലും നമുക്ക് നമ്മളെ പഴം കട്ട് ചെയ്തത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇനി വലിയ കഷ്ണം വേണമെന്നുള്ളവർക്ക് അങ്ങനെയും ചെയ്യാം. നല്ലോണം പഴുത്ത പഴമാണെങ്കിൽ കുറച്ചും കൂടി വലുതാക്കാവും നല്ലത് കേട്ടോ. അല്ലെങ്കിൽ ചിലപ്പോൾ ശർക്കരയും കൂടി ചെല്ലുമ്പോൾ ചിലപ്പോൾ ഉടഞ്ഞു പോവും. കുറച്ചൊക്കെ കടിക്കാനൊക്കെ കിട്ടാൻ ആഗ്രഹമുള്ളവരാണെന്നുണ്ടെങ്കിൽ ഒന്നും കൂടെ വലുതാക്കുന്നുണ്ടാവും നല്ലത്. ഇനി ഇതിലേറെ ചെറുതാവണം എന്നുള്ളവർക്ക് അങ്ങനെയും ചെയ്യാം. ഒന്നും കൂടെ കട്ടാക്കിയിട്ട് ചെറുതാക്കി പീസാക്കിയാൽ മതി കേട്ടോ. ഞാൻ 2 ഭാഗമാക്കിയിട്ട് കട്ട് ചെയ്തിരിക്കുകയാണ്. ഇപ്പോൾ പഴത്തിൻ്റെ നിറമൊക്കെ ഒന്ന് മാറി തുടങ്ങുമ്പോൾ നമുക്കതിലേക്ക് ശർക്കര ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ അത് കുറച്ച് ശർക്കര ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുള്ളൂ. ബാക്കി നമുക്ക് കുറച്ച് ലാസ്റ്റ് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. മധുരം കുറവാണെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഇവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ശർക്കര ഒന്ന് കുറുകി വന്നിട്ട് പഴത്തിലൊക്കെ ഒന്ന് മധുരം പിടിച്ചതിന് ശേഷം നമുക്കിതിലേക്ക് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ട് തിളച്ച് മധുരമൊക്കെ പിടിച്ച് പഴമൊക്കെ നല്ലോണം ഉടഞ്ഞു പോകുന്ന ഒരു രൂപത്തിലായി വന്നിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ചുക്കുപൊടിയും ഏലക്കായും കൂടി കൂട്ടി പൊടിച്ചതാണ് കേട്ടോ, അതും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ലാസ്റ്റ് കുറച്ചും കൂടെ ശർക്കര ഉരുക്കിയത് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. മധുരം കുറച്ച് കുറവാണെന്ന് തോന്നി, അപ്പോൾ ഞാൻ